വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവവും ദൈവവചനവുമാകുന്നുവല്ലോ. അതുകൊണ്ട് വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ എന്ന പ്രാർത്ഥനയുടെ 2-ാം ഭാഗത്തിൽ സത്യവിശ്വാസം നമ്മിൽ വളരുവാനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്ന വചനമാം ദൈവത്തെ ഹൃദയമാകുന്ന മന്ദിരത്തിലേക്ക് ആനയിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണല്ലോ വരുന്നത്. വിശ്വസിച്ച് വചനം ഉച്ചത്തിൽ ഉരുവിടുന്നതിലൂടെ ദൈവം നമ്മിലും നാം ആയിരിക്കുന്നിടത്തും വസിക്കും. വചനം ശ്രദ്ധിച്ച് ഉരുവിടുമ്പോൾ വചനം നമ്മോട് സംസാരിക്കും. അത് നമ്മുടെ പ്രതിസന്ധികളിൽ വഴികാട്ടിയാകും, ദുഃഖത്തിൽ ആശ്വാസമാകും, അടഞ്ഞ വാതിൽ തുറക്കുവാനുള്ള താക്കോലാകും, മരണത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുവിക്കുന്ന ഔഷധമാകും, ഇരുളിൽ വെളിച്ചമാകും, തളർച്ചയിൽ ശക്തി പകരും, നിരാശയിൽ നിന്ന് അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കും, തിന്മയിൽ നിന്നും ദോഷത്തിൽ നിന്നും നമ്മെ വിടുവിക്കും, അശുദ്ധിയിൽ നിന്നും നമ്മെ കാത്തുകൊള്ളും, നമ്മുടെ നിലവുകളെയും നാവുകളെയും അന്തരേന്ദ്രിയങ്ങളെയും കാക്കും, ആശ്വാസം പകരും, കഷ്ടതയിൽ തണലായും തുണയായും ഇരിക്കും, സാത്താനിൽ നിന്നും നമ്മെ രക്ഷിക്കും, ജീവൻ പ്രദാനം ചെയ്യും. സങ്കീർത്തനങ്ങൾ 119:105 പറയുന്നത് പോലെ അവിടുത്തെ വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി തീരും. എന്നാൽ ആരെങ്കിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. അവനിൽ വസിക്കുന്നുവെന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. 1 യോഹന്നാൻ 2:5. ലോഗോസാകുന്ന വചനം പുസ്തകത്താളുകളിൽ ഇരിക്കാതെ ആഴങ്ങൾക്ക് മീതെ ആത്മാവ് പരിവർത്തിച്ചതുപോലെ വചനം റേമയായി നമ്മിൽ പരിവർത്തിക്കുന്നത് വചനം പ്രമാണിക്കുമ്പോഴാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മുടെയും തലമുറയുടെയും രക്ഷയ്ക്കുള്ള മാറ്റം വിശ്വാസത്താൽ ക്രിസ്തു ഹൃദയങ്ങളിൽ വസിക്കുവാൻ എന്ന പ്രാർത്ഥനയിൽ നിന്നും ഉണ്ടാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.